ഒടുവിൽ കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് തന്നെ പോകുന്നു. കേരള കോൺഗ്രസിൽ സീറ്റ് ചൊല്ലി ഉണ്ടായ അസ്വാരസ്യങ്ങൾ പിളർപ്പിന് വഴിവെച്ചിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ കേരള കോൺഗ്രസ് വിട്ടേക്കും. അനുരഞ്ജന ശ്രമങ്ങൾ പാളിയതിനെ തുടർന്നാണ് ഇപ്പോൾ പിളർപ്പിലേക്ക് പോവുകയും വിവിധ നേതാക്കൾ ആന്റണി രാജു, കെ സി ജോസഫ്, പി സി ജോസഫ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ കേരള കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, എല്ലാ തരത്തിലുമുള്ള അനുരഞ്ജന നീക്കങ്ങളൊക്കെ തന്നെ അസ്തമിച്ചുവോ? അങ്ങനെയെങ്കിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം തന്നെ ഈ പറയുന്ന നേതാക്കളൊക്കെ തന്നെ പാർട്ടി വിട്ടുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം, വാർത്താസമ്മേളനം നടത്തി നിലപാട് അറിയിക്കുമോ? തീർച്ചയായും പ്രതീക്ഷ, 2 ദിവസമായി വളരെ നിർണായകമായിട്ടുള്ള അനുരഞ്ജന ചർച്ചകളാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ. അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗം കെ എം മാണിയുമായിട്ടൊക്കെ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ ഈ അനുരഞ്ജന നീക്കം പാളിയ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരിക. കാരണം ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ കെ സി ജോസഫും ആന്റണി രാജുവുമാണ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ ഇവരുടെ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പി ജെ ജോസഫുമായി, പാർട്ടി ചെയർമാൻ പി ജെ ജോസഫുമായി തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. പി ജെ ജോസഫ് ഇക്കാര്യം കെ എം മാണിയുമായി ചർച്ച നടത്തിയെങ്കിലും കെ എം മാണി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടാലും ആ സീറ്റുകൾ പി ജെ ജോസഫ് വിഭാഗത്തിന് നൽകുന്ന കാര്യത്തിലും ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഫ്രാൻസിസ് ജോർജ് ശക്തമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയും പി ജെ ജോസഫുമായി അനുരഞ്ജന നീക്കം നടത്തിയിരുന്നു. ഫ്രാൻസിസ് ജോർജിന് സീറ്റ് നൽകാം എന്ന് പി ജെ ജോസഫ് പറഞ്ഞു. അത് കോതമംഗലത്ത് നൽകാം എന്നാണ് പറഞ്ഞത്. പക്ഷേ കോതമംഗലത്ത് ടി യു കുരുവിള മാറുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിലും അത്തരത്തിൽ കോതമംഗലത്ത് നൽകാം. അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനും സീറ്റ് നൽകാം എന്നാണ് പി ജെ ജോസഫ് പറഞ്ഞത്. പക്ഷേ ഇതും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമാണ്. കാരണം മാണി ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പി ജെ ജോസഫിനെ അറിയിക്കാത്ത സാഹചര്യത്തിൽ പി ജെ ജോസഫ് ഇത്തരത്തിലുള്ള ഒരു അനുരഞ്ജന നീക്കം നടത്തിയത് ശരിയായില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം ആന്റണി രാജുവും പ്രതികരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തങ്ങൾ പാർട്ടി വിടുകയാണ് എന്നുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇന്ന് തന്നെ ഫ്രാൻസിസ് ജോർജും അതോടൊപ്പം തന്നെ ആന്റണി രാജുവും കെ സി ജോസഫും അടക്കം ഇന്ന് തന്നെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന് 4 സീറ്റുകൾ നൽകിയിരുന്നെങ്കിൽ ഇത് 6 സീറ്റ് വേണം എന്നുള്ള ഒരു ആവശ്യകത ഉന്നയിച്ചിരുന്നു. നേരത്തെ ലോക്സഭാ സീറ്റ് വന്ന സാഹചര്യത്തിലും ഫ്രാൻസിസ് ജോർജിനെ തഴയുന്ന ഒരു സാഹചര്യം ഇതിൽ പി ജെ ജോസഫ് അമർഷം അന്ന് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ പി ജെ ജോസഫ് കെ എം മാണിയോടൊപ്പം നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനിടെ തന്നെ നിയമസഭ കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ പി ജെ ജോസഫ് കൂടുതൽ സീറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യകതയിൽ കെ എം മാണി വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും പി ജെ ജോസഫ് ഒപ്പം നിൽക്കുകയാണ്. മറ്റുള്ളവരാണ്, ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള വിമതരാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വിട്ടുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് വരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ നേതാക്കൾ നടത്തും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. പ്രജേഷ്, ഒരുപക്ഷെ സുനിൽ, വളരെ വ്യക്തമായി തന്നെ എന്തായാലും നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു. എന്തായാലും ഇടത് മുന്നണിയിലേക്ക് അല്ലെങ്കിൽ UDF വിട്ട് പുറത്തേക്ക് ഒരു വിഭാഗം പോകുന്നു എന്ന്. അവിടെ ജോസഫ് എടുക്കുന്ന നിലപാട് സംബന്ധിച്ചൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഇവരെയൊക്കെ തന്നെ പിടിച്ച് നിർത്തിയിരുന്നത് മുന്നണിക്കകത്ത് തന്നെ. ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വിട്ടുപോരുമ്പോൾ ഏതൊക്കെ നേതാക്കന്മാരുടെ പിന്തുണ, പ്രത്യേകിച്ച് പി സി ജോസഫിൻ്റെയും ഒക്കെ പിന്തുണകൾ ഉണ്ട്, ഫ്രാൻസിസ് ജോർജ്, ഇവരൊക്കെ മുതിർന്ന നേതാക്കന്മാർ. എന്തായാലും കെ മാണി വലിയ തോതിൽ പ്രതിസന്ധിയിൽ നിന്ന ഘട്ടത്തിലൊക്കെ തന്നെ വക്താവായി ചാനലുകളിൽ നിന്ന ആന്റണി രാജു, ഇങ്ങനെ നിലപാടെടുത്ത വളരെ ഒപ്പം നിന്ന ആളുകളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമായും എത്രത്തോളം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തുടർചലനങ്ങൾ സൃഷ്ടിക്കും, എത്രത്തോളം പ്രതിസന്ധിയാണ് ഒരു പക്ഷേ ഉണ്ടാവുക. സുനിലിലേക്ക് വരുമ്പോൾ ആ ചോദ്യം എന്തായാലും ഞാൻ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ജേക്കബ് ജോർജിലേക്ക് പോകുന്നു. ജേക്കബ് ജോർജ്, ഒരുപക്ഷെ പ്രതീക്ഷിച്ച കാര്യം തന്നെ എന്തായാലും സംഭവിക്കുന്നു. ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ നേതാക്കന്മാർ UDF വിട്ട്, കേരള കോൺഗ്രസ് വിട്ട് LDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എന്തായിരിക്കും ഒരു പക്ഷേ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ എന്ത് ചലനങ്ങളായിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുക? മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതൊരു പിളർപ്പിലേക്ക് തന്നെ നീങ്ങാനാണ് സാധ്യത. കാരണം
ഒരു വശത്ത് കെ എം മാണിയും പി ജെ ജോസഫും നിൽക്കുന്നു. പി ജെ ജോസഫ് വിട്ടുപോരുമോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ പിന്നീട് പി ജെ ജോസഫ് എങ്ങനെ അവിടെ നിൽക്കും? അത് ഇടതുമുന്നണിക്ക് ഒരു നേട്ടം തന്നെ ആവുമോ? UDF ഒരു കെട്ടുറപ്പും അതിന്റെ ഒരു ഐക്യവും അതിനെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ചർച്ചാ വിഷയമാവുക തന്നെ ചെയ്യും. എന്തൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വളരെ KM ജോർജിന്റെ മകനാണ്, സ്ഥാപക നേതാവിന്റെ മകനാണ്. അദ്ദേഹം കേരള കോൺഗ്രസിന് വേറിട്ട് പോകുന്നത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് അതൊരു പുതിയ ചേരിക്ക് രൂപം നൽകും. അത് പഴയ ഒരു കേരള കോൺഗ്രസ് സംസ്കാരവും വീണ്ടെടുക്കാൻ ഒരു പുതിയ പാർട്ടിക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പിളർപ്പ് ഒരു പുത്തരിയല്ല കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. കാരണം ഇതിലും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ, കാരണം UDF അടക്കം ഒരു പക്ഷേ വലിയ പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസ് തന്നെ നേരിടുന്ന പ്രബല കക്ഷിയായ കോൺഗ്രസ് പോലും വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിൽ അവിടെ പ്രമുഖ കക്ഷിയായ KM മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വിഭാഗം ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മലയോര മേഖലയിലടക്കം ഇത് ഏത് സാഹചര്യങ്ങൾ, കാരണം PC ജോസഫ് അടക്കം പോകുന്നു, ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു, ഈ പറയുന്ന ചില്ലറക്കാരല്ല ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഏത് രീതിയിലും രാഷ്ട്രീയമായി ചലനങ്ങൾ ഉണ്ടാക്കാൻ സാഹചര്യവും പിൻബലവുമുള്ള നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് എത്രത്തോളം തുടർചലനങ്ങൾ അനുരണങ്ങളായിരിക്കും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പോവുക? തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന് പ്രാധാന്യമുള്ളത്. കാരണം കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം വിട്ടുപോകുന്നത് മധ്യ കേരളത്തില്, ഇപ്പം കോട്ടയം, ഇടുക്കി, അതുപോലെ ഒരു പരിധി വരെ പത്തനംതിട്ട ജില്ലകളിലെ ചലനം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് ഇടതുമുന്നണിക്ക് അനുകൂലമാവും. ഇപ്പോൾ തന്നെ JSS ആ വിഭാഗം, രാജൻ ബാബു ഒക്കെ UDF വിടുന്നു. അവർ പക്ഷേ മിക്കവാറും NDAയിലോട്ട് മാറാനാണ് സാധ്യത. എന്തൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു വളരെ സങ്കീർണമായ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. യെസ്, വളരെ നന്ദി. താങ്കൾ തിരക്കിലാണെന്നറിയാം ശ്രീ ജേക്കബ് ജോർജ് പ്രതികരിച്ചതിന്. സുനിലിലേക്ക് പോകുന്നു. സുനിൽ, ഞാൻ ജേക്കബ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ചലനങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം. കാരണം അവസാന നിമിഷവും വരെ KM മാണി ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് എന്തായാലും സ്വീകരിച്ചിരുന്നത്. കാരണം അതിലൊരു പക്ഷേ PJ ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ ഒരു പ്രധാന ഘടകമായിരിക്കും. അതേസമയം ഈ പറയുന്ന വിവിധ നേതാക്കന്മാർ, ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു ആയാലും ഒക്കെയുള്ള നേതാക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ, മാണിയെടുത്ത തന്ത്രപരമായ നിലപാട് ഒക്കെ വിലയിരുത്തിയാൽ പ്രതീക്ഷ, ഈ PJ ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു എതിർപ്പ് നേരത്തെ തന്നെ വളരെ ശക്തമായ രീതിയിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയതാണ്. കാരണം KM മാണിയുടെ രാജിപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്, ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് KM മാണി രാജിപ്രഖ്യാപനം നടത്തുന്ന സമയത്ത് PJ ജോസഫും കൂടെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നുള്ളൊരു ആവശ്യഗതി KM മാണി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട്, അതായത് ആരോപണ വിധേയനായ മന്ത്രി മാണി രാജിവെക്കുമ്പോൾ ആരോപണത്തിനൊന്നും വിധേയനാകാത്ത താൻ എന്തിന് രാജിവെക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് PJ ജോസഫ് എടുത്തതിന് പിന്നിൽ ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അടക്കമുള്ള നേതാക്കൾ തന്നെയാണ്. കാരണം ഇവരാണെന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞത് KM മാണി രാജിവെക്കുമ്പോൾ PJ ജോസഫ് രാജിവെക്കേണ്ട കാര്യമില്ല, KM മാണിയാണ് കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം തന്നെ രാജിവെക്കട്ടെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി. അന്ന് ഉരുണ്ടുകൂടി വന്നിരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ തീവ്രതയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഘട്ടങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അതായത് കൂടുതൽ സീറ്റ് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ച വേണം എന്നുള്ളതാണ് നേതാക്കൾ പറഞ്ഞത്. കാരണം ഫ്രാൻസിസ് ജോർജ് പാർട്ടി സ്ഥാപക നേതാവിൻ്റെ മകനാണ്. ഫ്രാൻസിസ് ജോർജിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും മകന് തന്നെ സീറ്റ് നേടിക്കൊണ്ട് മാത്രം കാര്യങ്ങളുമായി മുന്നോട്ട് പോയ KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രം ഇവർ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോഴും KM മാണി പാർട്ടിയുടെ ചുമതല ജോസ് കെ മാണിയെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം തകൃതിയാക്കുന്നതിനിടയിലാണ് നേതാക്കൾ അതിൻ്റെ അമർഷം രേഖപ്പെടുത്തിയത്. പക്ഷെ അതുപോലും മുഖവിലേക്ക് എടുക്കാതെ ജോസ് കെ മാണിയെ ഭരണതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നണിക്കകത്ത് തന്നെ ഇക്കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി KM മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം മെനയുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ അത്തരത്തിൽ നീക്കം നടത്തുകയും ജോസ് കെ മാണിയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്ത് ഈ ഇത്തരത്തിലുള്ള സീനിയർ നേതാക്കൾക്ക് അമർഷമുണ്ടാക്കി. ഇക്കാര്യവും അവർ PJ ജോസഫിനോട് ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിലും ഒരു അനുരഞ്ജന രൂപത്തിലുള്ള കാര്യങ്ങൾ വന്നില്ല. അതിനുശേഷമാണ് 6 സീറ്റ് ആവശ്യപ്പെടണം എന്നുള്ളത്, 2 സീറ്റ് അധികമായി ജോസഫ് ഗ്രൂപ്പിന് തന്നെ നൽകണം,
പകരം അതിൽ ഒരു സീറ്റിൽ ഫ്രാൻസിസ് ജോർജും മറ്റേ സീറ്റിൽ ആന്റണി രാജുവും മത്സരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ അതിനെയും അവഗണിച്ചുകൊണ്ട് ആണ് KM മാണി മുന്നോട്ട് പോകുന്നത്. കുടുംബവൽക്കരിച്ചുകൊണ്ട്, പാർട്ടിയെ കുടുംബവൽക്കരിച്ചുകൊണ്ട് സ്വന്തം കൈപ്പിടിയിൽ മാത്രം നേതൃത്വത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം ഇത് അംഗീകരിക്കില്ല എന്നാണ് ഈ നേതാക്കൾ പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് പോകാൻ നിലപാട് വ്യക്തമാക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനായി ഇരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അവർ മൂന്നുപേരും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ഇനി മറ്റൊരു കാര്യം പ്രജേഷ്, PJ ജോസഫിനെ അനുനയിപ്പിച്ച് മാണി നിർത്തിയിരിക്കുന്നെങ്കിൽ പോലും ഒപ്പം നിൽക്കുന്ന മോൻസ് ജോസഫും TU കുരുവിളയും ഇതുപോലെ ഈ നേതാക്കളുടെ തരത്തിലുള്ള അതേ മനസ്സിൻ്റെ ഉടമകളാണ് എന്നുള്ളതാണ്. കാരണം മോൻസ് ജോസഫിൻ്റെ മണ്ഡലം മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നു. കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫിനെ മാറ്റണം, ആ മണ്ഡലത്തിൽ മറ്റൊരു തരത്തിലേക്ക് വെച്ചുമാറൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ മോൻസ് ജോസഫിനെ അത് ഏത് രീതിയിൽ പുതിയ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ഏത് രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അവർ തന്നെ ചർച്ച ചെയ്യുന്നു. ഒപ്പം TU കുരുവിളയുടെ കാര്യവും അത് തന്നെയാണ്. അതുകൊണ്ട് PJ ജോസഫിനോടൊപ്പം നിൽക്കുന്നെങ്കിൽ പോലും PJ ജോസഫിന്റെ ജോസഫ് വാഴക്കൻ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ജോസഫ് വാഴക്കൻ എന്തായാലും പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനെയൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടാകുമെന്ന്. എന്തായാലും അതിൻ്റെ പിളർപ്പിലേക്ക് കാര്യങ്ങൾ പൂർണ്ണമായി പോകുമ്പോൾ UDF രാഷ്ട്രീയത്തിൽ എന്തായാലും കോൺഗ്രസ് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ അവിടെ പ്രബലമായ ഒരു ഘടകകക്ഷിയിൽ നിന്ന് ഒട്ടേറെ പേർ പിന്മാറുന്നു. 1, 2, 3, 4 നേതാക്കന്മാർ മാറിയാൽ കൂടി അവരുടെ സാഹചര്യം അവരെപ്പറ്റി പറഞ്ഞാൽ അവരുടെ പ്രസക്തി വലുതാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ഈ പറയുന്ന പിളർപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധി UDF ഉണ്ടാക്കുമോ? ചലനങ്ങൾ ഏത് രീതിയിലായിരിക്കും താങ്കൾ വിലയിരുത്തുന്നത്? ഞാനതിന്റെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായാലും അന്നും ഒരു UDF ഒരു ഘടകകക്ഷിക്കകത്ത് ഉണ്ടായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ ഘടകകക്ഷി തന്നെ പരിഹരിച്ചേക്കും എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ. അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ഒരു ആപക്വമായ ഒരു പ്രതികരണമായി പോകും. അതൊരു ശരിയല്ലാത്തത് കൊണ്ട് അത് ശ്രീ വാഴക്കൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിലെങ്കിലും അന്യ ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കാമായിരുന്നില്ല. കാരണം മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആയിരുന്നല്ലോ. ഇത്രത്തോളം ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു ഇടപെടൽ സ്വാഭാവികമായും നടത്താമായിരുന്നില്ലേ? കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം KM മാണി, PJ ജോസഫ്, ഈ 2 പേരാണ് അതിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാര്. ഇതിന്റെ UDF ലീഡർഷിപ്പ് നിൽക്കുന്നവരും അവരാണ്. സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടിക്കകത്തും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതാത് പാർട്ടികളാണ് അത് പരിഹരിക്കേണ്ടത്. അതല്ലാതെ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പുറത്ത് മറ്റേതെങ്കിലും കക്ഷിക്ക് പരിഹരിക്കാം. CPM-നകത്തുണ്ടായാൽ വേറെ ഏതെങ്കിലും കക്ഷിക്ക് അത് പരിഹരിക്കാൻ പറ്റുമോ? അതാത് കക്ഷികളിനകത്ത് നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. അത് പുറത്ത് നിൽക്കുന്ന ആളുകൾ അവിടെ നിസ്സഹായരാണ്. തീർച്ചയായും അവിടെ പുറത്തേക്ക് പോകുന്ന ഫ്രാൻസിസ് ജോർജ് എന്തായാലും മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ പോകുന്നെന്ന സൂചനയാണ് ഒരുപക്ഷെ ലഭിക്കുന്നത്. അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിപ്പോ ഏതായാലും എനിക്ക് ഏതെങ്കിലും ഒരു എതിരാളിയോട് മത്സരിച്ചില്ലേ പറ്റുള്ളൂ. അതാരാണെങ്കിലും നമുക്ക് മത്സരം വരുമ്പോൾ അതിനെ നേരിട്ടല്ലേ പറ്റുള്ളൂ. അതിനകത്ത് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു എതിരാളി, ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, ആരെങ്കിലും ഒരാൾ എതിരാളി പറഞ്ഞുവല്ലോ. ഏതായാലും നമുക്ക് എതിരില്ലാതെ ജയിക്കാനാവില്ലല്ലോ. യെസ്, വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ പ്രതികരിച്ചതിന്. എന്തായാലും പിളർപ്പ് ഏകദേശം പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. സുനിൽ, അവസാന നിമിഷത്തിലുള്ള നീക്കങ്ങൾ, കാരണം എന്തായാലും ജോസഫ് വിഭാഗത്തിനൊപ്പം ഇനി മോൻസും TU കുരുവിളയും മാത്രം 2 സീറ്റ് എന്ന തരത്തിലേക്ക് ഒരു പക്ഷേ KM മാണി യാതൊരു അന്യ നീക്കങ്ങൾക്കോ തയ്യാറാകാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന കലാപക്കൊടി ഉയർത്തുന്ന ആളുകളെ സമരസപ്പെടുത്തുക, അവർക്ക് ബെർത്തുറപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന 2 പേരിൽ ആരെങ്കിലും മോൻസോ അല്ലെങ്കിൽ TU കുരുവിളയോ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ജോസഫ് അതിന് തയ്യാറാകത്തുമില്ല. ഇന്ന് തന്നെ വ്യക്തമായി ഈ പറയുന്ന 4 നേതാക്കന്മാരും നിലപാട് സ്വീകരിച്ചുവോ? മറ്റ് ചർച്ചകൾ, ഇടതുമുന്നണിയുമായിട്ടുള്ള ചർച്ചകൾ സംബന്ധിച്ചോ അത് സംബന്ധിച്ചൊക്കെ നേതാക്കൾ നൽകുന്ന സൂചനകൾ എന്തൊക്കെ? പ്രജേഷ്, ഇതുമായി കഴിഞ്ഞ ദിവസം തന്നെ LDF യോഗം ചേർന്നിരുന്നു. അതിന് ഇടയിൽ ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടായി. അതിന് വ്യക്തമായി LDF കൺവീനർ തന്നെ പറഞ്ഞത് നിലപാട് വ്യക്തമാക്കി അവർ വരട്ടെ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുന്നണിയിൽ എടുക്കണമോ അല്ലെങ്കിൽ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടി വിട്ടു വന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ മറ്റു പുറത്തു നടക്കുന്ന ചർച്ചകളിലേക്കൊന്നും ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ചെവി കൊടുക്കൽ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഏതായാലും ഫ്രാൻസിസ് ജോർജൊക്കെ ഇടതുപക്ഷ നേതൃത്വവുമായൊക്കെ രഹസ്യമായിട്ടുള്ള ഒരു ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അവർ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായി ഒരു നിലപാട് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ മറ്റ് ചർച്ചകൾ LDF-നകത്ത് നടത്തുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പി ജെ ജോസഫ് അനുനയ നീക്കം വെച്ചപ്പോൾ തന്നെ അത് നടക്കാത്ത തരത്തിലുള്ളതാണെന്ന് നേതാക്കൾക്കറിയാം. കാരണം 2 സീറ്റിലേക്ക് മാറ്റം വരുത്തിക്കൊണ്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്ന് പി ജെ ജോസഫ് പറഞ്ഞില്ല. അതിനു പകരം മോൻസ് ജോസഫിനെയോ ടി യു കുരുളെ മാറ്റിക്കൊണ്ട് ഈ 2 സീറ്റുകളിൽ ഫ്രാൻസിസ് ജോർജിനും ആന്റണി രാജുവിനും നൽകാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. കാരണം സീറ്റ് നിർണ്ണയം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒഴിവാക്കും എന്നുള്ളൊരു മാണിയുടെ തരത്തിലുള്ള ഒരു ഇടപെടൽ വരുമ്പോൾ ഇവരെ ഒഴിവാക്കാനുള്ള സാധ്യതകൾ ഇവർ പല മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടി ചെവി കൊടുക്കാതെ തന്നെ അവർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ അവർ ഫ്രാൻസിസ് ജോർജും അതുപോലെ തന്നെ ആന്റണി രാജുവും KC ജോസഫും അടക്കമുള്ളവർ തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. അവരോടൊപ്പം അവരുടെ താഴെത്തട്ടുള്ള പ്രവർത്തകരും ഒപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ നിലപാട് പ്രവർത്തകരുമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നു. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. സുനിൽ അരിമാനോടാണ് വിശദാംശങ്ങൾ നൽകിയത്. പിളർപ്പിലേക്ക് തന്നെ കേരള കോൺഗ്രസ് പോകുന്നു. ആന്റണി രാജുവും ഡോക്ടർ KC ജോസഫും അടക്കമുള്ള ഫ്രാൻസിസ് ജോർജും അടക്കമുള്ള നേതാക്കന്മാർ. ഇപ്പോൾ നമ്മോടൊപ്പം സ്കറിയ തോമസ്, കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ്, ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്ന സ്കറിയ തോമസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്കറിയ തോമസ്, കേരള കോൺഗ്രസ് വിട്ട് വലിയൊരു വിഭാഗം പുറത്തേക്ക് വരുന്നു. കാരണം താങ്കൾ പ്രതീക്ഷിച്ചിരുന്നുവോ ഇത്തരത്തിലൊരു പിളർപ്പ്? പ്രത്യേകിച്ച് കഴിഞ്ഞ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് തന്നെ ജോസഫും മാണിയും 2 ധ്രുവങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. എന്ന് ലയനം തുടങ്ങിയോ അന്ന് തൊട്ട് തന്നെ അസ്വാരസ്യങ്ങൾ കേരള കോൺഗ്രസിലൊക്കെ പ്രകടമായിരുന്നു. അതിൻ്റെ പിളർപ്പ് പൂർണ്ണതയിലേക്ക് പോകുന്നു. കേരള കോൺഗ്രസ് പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യം താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. എങ്കിൽ കൂടിയും ഈ ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പിളർപ്പ് ഒരുപക്ഷെ ഏതർത്ഥത്തിലായിരിക്കും UDF രാഷ്ട്രീയത്തെ ബാധിക്കുക? UDF രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കേരള കോൺഗ്രസ് എന്ന നിലയിൽ, ഒരു കേരള കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. അൺകണ്ടീഷണലായിട്ട് ഇവര് ഈ തീരുമാനം എത്രയും വേഗം നടപ്പാക്കേണ്ടതാണ്. കേരള കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ നേതാവ്, ഇതിന്റെ സ്ഥാപക നേതാവ് ശ്രീമാൻ ജോർജ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രഗത്ഭന്മാരായ പാർലമെന്റേറിയന്മാരായിരുന്നു. ശ്രീമാൻ R ബാലകൃഷ്ണപിള്ളയും KM ജോർജും ഉൾപ്പെടുന്ന അഴിമതിയില്ലാത്ത മാന്യന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾ. അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കും സംസ്ഥാന താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ കേന്ദ്ര നേതൃത്വത്തിന്റെ അടിമകളായി പ്രവർത്തിച്ചപ്പോൾ അതിൽ മനം നൊന്ത് കോൺഗ്രസ് ഗവൺമെന്റിനെതിരായി അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ കൊടുത്ത് കോൺഗ്രസ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ചരിത്രമാണ് കേരള കോൺഗ്രസിൻ്റെത്. അപ്പോൾ ആ കേരള കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത് ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് തെറ്റാണ്, അത് മനസാക്ഷിക്ക് വിരുദ്ധമാണ്. അപ്പോൾ ആ കേരള കോൺഗ്രസിലെ ആളുകൾ തിരിച്ച് ഇപ്പോൾ കോൺഗ്രസിനോട് യാത്ര പറഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമാണ്. മാത്രമല്ല ശ്രീ സ്കറിയ തോമസ്, അവിടെ PJ ജോസഫിനൊപ്പം നിന്ന ആളുകളാണ് എക്കാലവും. പ്രത്യേകിച്ച് PJ ജോസഫിന് ഫ്രാൻസിസ് ജോർജിന്റെ കാര്യം പറയേണ്ടതില്ല, ആന്റണി രാജുവിന്റെ കാര്യം പറയേണ്ടതില്ല. എക്കാലവും PJ ജോസഫിന് വേണ്ടി വാദിച്ചിരുന്നവർ. ലയനത്തിന് ശേഷം പോലും അർഹമായ പരിഗണന PJ ജോസഫിന് ലഭിക്കുന്നില്ല എന്ന് പാർട്ടിക്കുള്ളിൽ വാദിച്ച PC ജോസഫ് അടക്കം KC ജോസഫ് അടക്കം ഉള്ള നേതാക്കന്മാരൊക്കെ ഇങ്ങനെ മാറുമ്പോൾ അവിടെ അവർക്കൊപ്പം എന്തായാലും ജോസഫ് ഇല്ല, മോൻസ് ഇല്ല, TU ഇല്ല, കുരുവിളയില്ല. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായ നിലപാട് KM മാണി അക്കാര്യത്തിൽ സ്വീകരിച്ചു. ഈ പറയുന്ന 2 പേർക്കും ഈ 3 പേർക്കും ബെർത്ത് നൽകുകയും ഇങ്ങനെ ഒരു പിളർപ്പ്, അനിവാര്യമായ ഒരു പിളർപ്പ് ഒരു പക്ഷേ ആ വിഭാഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ മാണി സ്വീകരിച്ച വളരെ തന്ത്രപരമായ നിലപാട് അത് സംബന്ധിച്ചൊന്ന് വിലയിരുത്തിയാൽ. അത് ശ്രീമാൻ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരാൻ ഉള്ള സാഹചര്യങ്ങൾ, അതിന്റെ പരിമിതികൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും.
അദ്ദേഹത്തിന് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുന്നതിന്റെ സാങ്കേതികമായ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷേ അതായിരിക്കാം അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസാക്ഷി, അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിനോട് ഉപദേശിക്കുന്നത് കോൺഗ്രസിനോട് യാത്ര പറയണമെന്നായിരിക്കാം. പക്ഷെ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അത് ഒരു പക്ഷേ അസാധ്യമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിലങ്ങുതടികളൊന്നുമില്ല. അവർക്ക് നിഷ്പക്ഷമായി മനസാക്ഷിക്കനുസരിച്ച് കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ തലമുറയെങ്കിലും കഴിഞ്ഞ തലമുറ ചെയ്ത തെറ്റ്, ആ പാപത്തിന് ഒരു പരിഹാരം ചെയ്ത് അവര് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ കേരള കോൺഗ്രസ് ഒറ്റ കൊടക്കീഴിൽ. പക്ഷെ അവിടെയാണ് ശ്രീ സ്കറിയ തോമസ് ഞാൻ മറ്റൊരു ചോദ്യം ഉയർത്തുന്നത്. കാരണം അവര് തിരിച്ചു വരുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഇടതുപക്ഷത്തേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് താങ്കളുടെ വിഭാഗത്തിലുള്ള കേരള കോൺഗ്രസ്, ഞാൻ പൂർത്തിയാക്കട്ടെ. കാരണം സ്കറിയ തോമസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് അവിടെ കഴിഞ്ഞ ദിവസം എന്തായാലും താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കൂടി ലഭിച്ചിരിക്കുന്നു ഔദ്യോഗികമായ പാർട്ടി ചിഹ്നത്തിൽ. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വരുന്ന ആളുകൾ 4 പേരാണ്. ഒപ്പം പണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഇവരൊക്കെ ചേർന്ന് ഒറ്റ ഘടകമായി ലയിച്ച് ആ രീതിയിലായിരിക്കുമോ ഒരു പക്ഷേ സാധ്യതകളാണല്ലോ, അതോ മറ്റൊരു അർത്ഥത്തിൽ വന്ന് ഇടതുപക്ഷത്തിനൊപ്പം ചേരട്ടെ, ഏത് രീതിയിലായിരിക്കും ഒരു പക്ഷേ അത് സംബന്ധിച്ച് ഒക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ, മുന്നോട്ടുള്ള പോക്കൊക്കെ? അല്ല, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവർ വിടട്ടെ. അവര് ഇപ്പോൾ നിൽക്കുന്ന ആ കേരള കോൺഗ്രസിനോട് യാത്ര പറഞ്ഞ് അവർ ധൈര്യമായ ഒരു തീരുമാനം എടുക്കട്ടെ. തീരുമാനം എടുത്തു കഴിയുമ്പോൾ മറ്റു പ്രശ്നങ്ങള് അത് നമുക്ക് കൂട്ടായിട്ടിരുന്ന് ആലോചിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം ഇതിനകത്തെ പരമപ്രധാനമായിട്ടുള്ള വിഷയം ഈ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരെ കൊണ്ടായിരിക്കുന്ന പ്രതിസന്ധി, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അവര് വളരെ പുറകിലാണ്. രാഷ്ട്രീയത്തിൽ വേണ്ടത്, ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത്, ഒരു നേതൃത്വത്തിന് വേണ്ടത് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് തീരുമാനങ്ങൾ എടുക്കാതെ ഇതിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ അത് നേതൃത്വത്തിന് പറ്റിയ ഒരു സ്വഭാവ ഗുണമല്ല. ഒരു തീരുമാനം എടുക്കട്ടെ. അവർ തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാര് അത് എപ്പോഴും കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനും കൃഷിക്കാർക്ക് വേണ്ടിയും ആത്മാർത്ഥമായ കോൺഗ്രസിനേക്കാൾ കൂടുതൽ നിലകൊള്ളുന്ന സാധാരണക്കാരന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷ മുന്നണി. അപ്പം ആ സാധാരണക്കാരന് വേണ്ടി, കൃഷിക്കാരന് വേണ്ടി, ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടി ഇവിടുത്തെ നിലകൊള്ളുന്ന ഇടതുപക്ഷ മുന്നണിയിലേക്ക് അവരെ വരട്ടെ. അവരതിനോട് തീരുമാനം എടുക്കട്ടെ. അങ്ങനെ കാത്തിരിക്കാം. ശ്രീ സ്കറിയ തോമസ്, വളരെ നന്ദി ചർച്ചയിൽ പ്രതികരിച്ചതിന്. എന്തായാലും കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകുന്നു, പിളർപ്പ് പൂർണ്ണമാകുന്നു. ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ ഇടതുപക്ഷ UDF വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് നിലപാട്, തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും നിലപാടുകൾ സംബന്ധിച്ചുമൊക്കെ ഇന്ന് തന്നെ വാർത്താസമ്മേളനം നടത്തും എന്നുമാണ് സുനിൽ മാനൂർ റിപ്പോർട്ട്.